ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ അത്ര സുഖകരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഇന്ത്യയിലേക്ക് നാട് കടത്തിയവരുടെ എണ്ണം അത് പെട്ടെന്നങ്ങ് കുതിച്ചുയർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ എന്ന് ആരോപിക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം, അതായത് ഈ നവംബർ 28 വരെ, ഈ വർഷം 2025 നവംബർ 28 വരെയുള്ള കണക്ക് 3258 ഇന്ത്യക്കാരെയാണ് അവർ ചങ്ങലയിൽ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത്, മടക്കി അയച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ 16 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2009 മുതൽ ഇതുവരെ ആകെ 18,822 പേരെയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയതെങ്കിൽ കഴിഞ്ഞ ഈ നവംബർ 28 വരെ, കഴിഞ്ഞ വർഷം നവംബർ 28 വരെ ഏതാണ്ട് 3258 പേരെ, ഏതാണ്ട് 1/3 അല്ലെങ്കിൽ 1/4 ഭാഗം പേരെ ഇന്ത്യയിലേക്ക് ഈ ഇത്രയും സമയം കൊണ്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് ഈ കണക്ക്. അപ്പോൾ രാജ്യസഭയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തിയത്. അപ്പോൾ ഇന്ത്യയിലോട്ടുള്ള ഈ നാടുകടത്തൽ വലിയ വിവാദമായിരുന്നു. എന്തോ വലിയ കൊടിയ ക്രിമിനൽ കുറ്റം ചെയ്തവരെ പോലെയാണ് അമേരിക്കക്കാർ ഇന്ത്യക്കാരെ കണ്ടത്. കൈകാലുകളെല്ലാം ചങ്ങലയിൽ ബന്ധിച്ച് ഈ അടിമകളെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ കൊടിയ ക്രൂരത ചെയ്ത കുറ്റവാളികളെ കൊണ്ടുവരുന്നത് പോലെയാണ് ഇവരെ കൈകാലുകൾ ബന്ധിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് ഈ അടിമ വ്യാപാരത്തിനൊക്കെ കൊണ്ടുപോകുന്ന ചില സിനിമകളിലെ ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം സൈനിക വിമാനങ്ങളിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ തള്ളുകയായിരുന്നു വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ ഒരു വിവാദം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു 73 വയസ്സുകാരിയായ ഹർജിത് കൗർ എന്ന് പറയുന്ന ഒരു വൃദ്ധ. അപ്പോൾ അവരെ ഇതേപോലെ അനധികൃത കുടിയേറ്റമാണ് എന്ന് പറഞ്ഞ് പിടികൂടിയ അമേരിക്കയിലെ കസ്റ്റംസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, എമിഗ്രേഷൻ കസ്റ്റംസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ അവരെ വലിയ കൊടിയ പീഡനങ്ങൾക്കിരയാക്കി. അതായത് കിടക്കാൻ 73 വയസ്സുണ്ട്, അവരുടെ 2 കാൽമുട്ടും ഓപ്പറേഷൻ ചെയ്തതാണ്. പക്ഷെ അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനോ കിടക്കാനോ ഉള്ള സൗകര്യം പോലും അവർ കൊടുത്തില്ല. അവർക്ക് കഴിക്കാൻ, 73 വയസ്സുള്ള ആ സ്ത്രീക്ക് കഴിക്കാൻ അനുയോജ്യമായ ഭക്ഷണം പോലും കൊടുത്തില്ല എന്നൊക്കെയുള്ളത് ഗുരുതര ആരോപണങ്ങൾ. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയെ കടുത്ത പ്രതിഷേധം അറിയിച്ചു. പക്ഷേ ഒരു ഔപചാരികമായ പ്രതിഷേധം അറിയിക്കലിനപ്പുറം ഈ കാര്യത്തിൽ കാര്യമായ ഒന്നും തന്നെ ഇന്ത്യക്ക് ചെയ്യാനില്ല. അതുതന്നെയാണ് വാസ്തവം. കാരണം അമേരിക്കൻ നിയമങ്ങൾ അനുസരിച്ച് അവർ പാലിക്കേണ്ട കാര്യങ്ങളാണ്. നിയമപ്രകാരം അവിടെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ പ്രകാരമുള്ള നടപടികളാണ് ഈ കൈകാൽ ബന്ധിക്കലടക്കമുള്ള പരിപാടികൾ. അനധികൃത കുടിയേറ്റക്കാരെ അവർ വലിയ ഒരു കുറ്റകൃത്യം ചെയ്തവരായിട്ടാണ് കാണുന്നത്. അവരെയുള്ളവരെയൊക്കെ ടെററിസ്റ്റ്, ഭീകരവാദികളെന്നോ ഏലിയൻസ് എന്നോ അന്യഗ്രഹ ജീവികൾ, ഇവിടെ അനധികൃതമായി വന്ന് കുടിയേറിയവർ എന്നൊക്കെയാണ് ട്രംപ് വിശേഷിപ്പിക്കുക. അപ്പോൾ അത്തരത്തിലുള്ളവരെ പിന്നെ കുറച്ചത് ഇങ്ങനെയല്ലേ അവർ കാണൂ. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷമാണ്. കൃത്യം പറഞ്ഞാൽ 2025 ഏപ്രിൽ അവിടെ അമേരിക്ക പുതിയ ഒരു നയം കൊണ്ടുവന്നു, ഈ കുടിയേറ്റം സംബന്ധിച്ചുള്ള പുതിയ നയം. അപ്പോൾ അത് പ്രകാരം അമേരിക്കക്കാർക്ക് എന്നുള്ളതാണ് ആ നയത്തിൻ്റെ അടിസ്ഥാനം. മറ്റുള്ള രാജ്യക്കാർ ഇവിടുന്ന് പരമാവധി ഒഴിഞ്ഞു പോകണം. അതിന് ചെറുതായാലും വലുതായാലും ഒരു കാരണം കിട്ടിയാൽ മതി. ഇപ്പോൾ അവിടെ എങ്ങനെയുള്ളവരെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നോക്കുന്നത് ഈ കുടിയേറി വന്നവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അവരെ ഏതെങ്കിലും വിവാദപരമായ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്നുണ്ടോ, ഏതെങ്കിലും പ്രതിലോമകരമായ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ പോലും അത്തരക്കാരെ പിടികൂടി നാട് കടത്തുക എന്നുള്ളതാണ് പറയുന്നത്. കുറേ സ്റ്റുഡൻറ് വിസകൾ അവർ നിഷേധിക്കുന്ന സാഹചര്യം വന്നു. സ്റ്റുഡൻറ് വിസയിൽ അമേരിക്കയിൽ എത്തിയവരെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സോഷ്യൽ മീഡിയ പരിശോധിച്ചിട്ട് പോലും അവരെ നാട് കടത്തുകയോ നിർബന്ധിതമായി അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് എക്സിറ്റ് അടിച്ച് പോകേണ്ട ഒരവസ്ഥയൊക്കെ അവർക്കുണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ H1B വിസ എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ, തൊഴിൽ അന്വേഷകരുടെ, അമേരിക്കയിൽ തൊഴിൽ നേടണമെങ്കിൽ ഈ H1B വിസ വേണം. അപ്പോൾ നേരത്തെ അതിന് $1000 ആയിരുന്നു ചെലവ്, ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്കടുത്ത്. ഇപ്പോൾ അത് $10,000 ആക്കി. അതായത് 10 ലക്ഷം രൂപ എങ്കിലും കൊടുക്കണം ഒരു H1B വിസ. അമേരിക്കയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ 10 ലക്ഷം രൂപ മുടക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പൈസ ബാങ്കിലിട്ട് അതിൻ്റെ പലിശ മേടിച്ചാൽ പോരെ, അമേരിക്കയിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഈ H1B വിസ അവിടെ അതിൻ്റെ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ കർശനമാക്കി.
ഇതിൽ ഇളവുള്ളത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ളവരാണ് വരുന്നതെങ്കിൽ അവർക്ക് ചില ഇളവുകൾ കിട്ടും. ഉദാഹരണമായിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിലേക്ക് ഒരു ശാസ്ത്രജ്ഞനെയോ ഒരു IT സ്പെഷ്യലിസ്റ്റിനെയോ അവർക്ക് ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ H1B വിസയിൽ ഇളവ് കിട്ടുക. ഇനി അവരുടെ ആശ്രിതരായി വരുന്നവർക്ക് അതിന് H4B വിസ എന്നാണ് പറയുന്നത്, H4 വിസ. അപ്പോൾ അവർക്കും ഇതേപോലെയുള്ള നിബന്ധനകളൊക്കെ ബാധകമാണ്. അവിടുത്തെ നിയമപ്രകാരമുള്ള വ്യവസ്ഥകളൊക്കെ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും പ്രശ്നമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഈ കുടിയേറി വന്നവരെ അവിടെ അമേരിക്കക്കാരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സംഘടനയെ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ വലിയ കുഴപ്പമാണ്. അതിൻ്റെ മൂല കാരണം ഈ ചൈനീസ് സ്റ്റുഡൻസ് ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. അപ്പോൾ ചൈന അറിയാമല്ലോ, അത് കമ്മ്യൂണിസമാണ്. അപ്പോൾ ട്രംപിനെതിരെ പല ക്യാമ്പസുകളിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നു. പിന്നെ അവിടെ നമ്മുടെ ഇസ്രയേൽ വംശജരായിട്ടുള്ള നിരവധി പേരുണ്ട്. അവിടെ ഇസ്രയേൽ വംശജർക്ക് നേരെ തുടർച്ചയായിട്ട് 2 വലിയ ആക്രമണങ്ങൾ നടന്നു. അതിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്കയിൽ കുടിയേറി വന്നവരാണ്. പിന്നെ പ്രമാദമായ ഒരു കൊലപാതകം നടന്നു. അതിൽ കൊല്ലപ്പെട്ടത് ഒരു ഇന്ത്യൻ വ്യവസായിയായ ഹോട്ടൽ ഉടമയാണ്. അപ്പം അദ്ദേഹത്തെയും കൊന്നത് നമ്മുടെ ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരാളാണ്. അപ്പോൾ അവിടെയും ബൈഡനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ട്രംപ് സംസാരിക്കുകയുണ്ടായ കാര്യം ബൈഡന്റെ ഭരണകാലത്തെ ഈ കുടിയേറ്റക്കാരെ കർശനമായി നിരീക്ഷിച്ചില്ല, അതിൻ്റെ പേരിലാണ് അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് തീവ്ര ദേശീയവാദം ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കക്കാർക്ക് എന്തോ വലിയ പ്രത്യേകതയുണ്ട്, മറ്റുള്ള രാജ്യക്കാരൊക്കെ വളരെ മോശക്കാരാണ് എന്നുള്ള ചിന്താഗതി പ്രചരിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ തീവ്ര ദേശീയത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരകളായി മാറ്റപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് വാസ്തവം. ഇനി കൂടാതെ അമേരിക്കയിൽ എന്തോ സ്വപ്നഭൂമികയാണ് എന്ന് കരുതി അനധികൃതമായിട്ട് അവിടെ ഈ ഏജന്റുമാർ മുഖേന ലക്ഷങ്ങൾ മുടക്കി അമേരിക്കയിൽ വ്യാജരേഖകൾ ചമച്ച് ചതിക്കപ്പെട്ട നിരവധി പേരുമുണ്ട്. നിർഭാഗ്യവാന്മാർ അവരും ഈ കൂട്ടത്തിൽ അവിടുന്ന് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 3258 പേരാണ് കഴിഞ്ഞ നവംബർ 28 വരെ അവിടെ നിന്ന് പുറത്താക്കിയതെങ്കിൽ മറ്റ് രാജ്യക്കാരുടെ എണ്ണം കുറെ കൂടി ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നത് മെക്സിക്കോക്കാരെയാണ്. കാര്യം തൊട്ടടുത്ത രാജ്യമാണ്. ഈ മെക്സിക്കോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സാധനങ്ങൾ, മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കളടക്കമുള്ളവ അമേരിക്കയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം. അപ്പോൾ അത് തടയാൻ ലക്ഷ്യമിട്ടാണ് അവിടെ മെക്സിക്കോ അതിർത്തിയിൽ വലിയ മതിലൊക്കെ അദ്ദേഹം പണിതത്. അപ്പോൾ മെക്സിക്കോക്കാരായ 1,03,103 പേരെയാണ് ഈ 2025 മാത്രം അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹോൺഡ്രാസുകാരാണ് 68,330 പേരെ അവിടുന്ന് നാടുകടത്തി. ഗോട്ടിമാലക്കാരെ 66,768 പേരെ ഗോട്ടിമാല സ്വദേശികളായിട്ടുള്ളവരെയും നാടുകടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യക്കാർ വളരെ പരിമിതമായ എണ്ണമാണെന്ന് പറയാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഒരു സ്വപ്നഭൂമികയായി കരുതുന്നവർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. അവിടുത്തെ നിബന്ധനകൾ വളരെ കർക്കശമാക്കുന്നു. ഒരു പക്ഷേ ചിലർ വാദിച്ചേക്കാം ഇത് അമേരിക്കയുടെ സ്വസ്ഥ ജീവിതത്തിനും അവിടുത്തെ ക്രമസമാധാന പാലനത്തെയും കരുതി ആയിരിക്കാം, വാസ്തവമായിരിക്കാം, അത് തന്നെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ഇരകളായിട്ട് ഒരു ചെറിയ ന്യൂനപക്ഷം ചെയ്യുന്ന പിഴകൾക്ക് വലിയൊരു ഭൂരിപക്ഷം വരുന്ന സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം.